കാർപ്പൽ ടണൽ സിൻഡ്രോം വളരെ കോമൺ ആണ്. എന്നാൽ കയ്യിൽ വരുന്ന എല്ലാ വേദനയും മരവിപ്പും കാർപ്പൽ ടണൽ സിൻഡ്രോം അല്ല. അങ്ങനെയാണെങ്കിൽ ബാക്കി എന്തെല്ലാം കണ്ടീഷൻസ് നമുക്ക് ഇതുപോലെ പ്രസന്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഒന്നാമത്, ഈ 3 വിരലിനല്ലാതെ ഈ 2 വിരലിനാണ് കൂടുതലായിട്ട് മരവിപ്പ് അനുഭവപ്പെടുന്നതെങ്കിൽ ഇത് കാർപ്പൽ ടണൽ സിൻഡ്രോം അല്ല, ഇതൊരു അൾനാർ നെർവ് കംപ്രഷൻ ആണ്. ക്യൂബിറ്റൽ ടണൽ സിൻഡ്രോമോ ഗയോൺസ് കനാൽ സിൻഡ്രോമോ ആകാനായിട്ടുള്ള സാധ്യത കൂടുതൽ. അടുത്തത്, വിരലിൽ വേദനയുണ്ട്, അതിന്റെ കൂടെ മടക്കുമ്പോൾ ലോക്കായി പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇതും കാർപ്പൽ ടണൽ സിൻഡ്രോം അല്ല, ഇത് ട്രിഗർ ഫിംഗർ ആണ്. ഇനി ചിലർക്ക് തള്ളവിരലിന്റെ താഴത്തെ ഭാഗത്ത് ഇവിടെയാണ് വലിയ വേദനയും നീരുമെല്ലാം ആയിട്ട് കാണുന്നത്. ഇത് CMC ജോയിന്റ് എന്ന് പറയുന്ന ആ ഒരു ജോയിന്റിൽ ആർത്രൈറ്റിസ് വന്നതുമാണ്. ഇനി ചിലർക്ക് ഈ 3 വിരലിൽ തന്നെയാണ് തരിപ്പ്, എന്നാൽ അതിന്റെ കൂട്ടത്തിൽ കുറച്ച് ബലക്കുറവും കൂടെ കൂടുതലായിട്ട് കാണുന്നുണ്ടാവും. അങ്ങനെയുള്ളവർ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാർപ്പൽ ടണൽ എന്ന് പറയുന്നത് റിസ്റ്റിന്റെ ഈ ലെവലിൽ മീഡിയൻ നെർവിന് കംപ്രഷൻ ആണ്. ഇവിടെ അല്ലാതെ മുകളിലോട്ട് ഈ മീഡിയൻ നെർവ് വരുന്ന വഴിയിൽ എവിടെയെങ്കിലും കംപ്രഷൻ ഉണ്ടെങ്കിലും ഇതുപോലെയുള്ള പ്രോബ്ലംസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അടുത്തത്, ഈ 3 വിരലിന് പകരം 5 വിരലിന് മരവിപ്പുണ്ടെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഇത് കഴുത്തിൽ നിന്ന് തുടങ്ങുന്നതാകാനായിട്ടാണ് സാധ്യത. എന്ന് വെച്ചാൽ സെർവൈക്കൽ സ്പോണ്ടിലോസിസ് ഇല്ലെങ്കിൽ ഡിസ്ക് ബൾജ്, ഇതിന്റെ എല്ലാം ഭാഗമായിട്ട് വന്നാലും നമുക്ക് 5 വിരലിനും പ്രോബ്ലം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഒരു പനി വന്നതിന് ശേഷമാണ് നമുക്ക് ഇങ്ങനെ ഒരു മരവിപ്പും അതേ സമയത്ത് കയ്യിൽ ഭയങ്കരമായിട്ട് ഒരു വേദനയും എല്ലാം ഉണ്ടെങ്കിൽ അത് വേറൊരു കണ്ടീഷനാണ്, ബ്രേക്കിയൽ പ്ലെക്സസ് ന്യൂറൈറ്റിസ് എന്ന് പറയുന്ന കണ്ടീഷൻ ആകാനും സാധ്യതയുണ്ട്. ഇനി ഡയബറ്റിക് പേഷ്യൻസിന്റെ കാര്യം നമ്മൾ എടുക്കുകയാണ്. ഡയബറ്റിക് പേഷ്യൻസിന് കയ്യിൽ മരവിപ്പുണ്ട്, അതേപോലെ കാലിലും മരവിപ്പുണ്ട് എങ്കിൽ അതൊരു ഡയബറ്റിക് ന്യൂറോപ്പതിയുടെ ഭാഗമാകാനാണ് സാധ്യത. അതേപോലെ മറ്റൊരു കണ്ടീഷനാണ് റെയ്നോൾഡ് സിൻഡ്രോം. സാധാരണ കാണുന്നത് നമുക്ക് വളരെയധികം തണുപ്പ് കൂടുതലുള്ള സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ തണുപ്പ് കൂടുതലുള്ള സമയത്തോ ആണ് നമുക്ക് കാണുന്നത്. ഇത് നമ്മളൊരു നെർവ് പ്രോബ്ലം അല്ല, ഇത് നമ്മുടെ വിരലിലേക്ക് പോകുന്ന രക്തക്കുഴലിന് പെട്ടെന്ന് സ്പാസം എന്തെങ്കിലും വന്നതിന് ശേഷം വിരലെല്ലാം വളരെ വിളറി വെളുത്തതുപോലെ ആയിരിക്കും. ഈ കണ്ടീഷനിൽ നമുക്ക് കയ്യിലൊരു മരവിപ്പ് പോലെ എല്ലാം തന്നെ ആയിരിക്കും പേഷ്യന്റ് പ്രസന്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ മരവിപ്പും കാർപ്പൽ ടണൽ സിൻഡ്രോം അല്ല. നിങ്ങൾക്ക് ഇങ്ങനത്തെ പ്രോബ്ലംസ് കാണുന്നുണ്ടെങ്കിൽ ആദ്യം കറക്റ്റ് ആയിട്ടുള്ള ഡയഗ്നോസിസ് ആണ് വേണ്ടത്. അതിന് നിങ്ങളൊരു ഹാൻഡ് സർജനെ സമീപിക്കേണ്ടതാണ്.